നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ, എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാകാൻ. നമ്മൾ ധാരാളം ഇതുപോലെയുള്ള വീഡിയോകൾ മുമ്പും ചെയ്തിട്ടുണ്ട്. പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാൻ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എല്ലാം കൂടി ചെയ്യണമെന്നല്ല. ചില സ്ഥലങ്ങളിൽ ചില സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ടാകാം, ചില സ്ഥലങ്ങളിൽ ചില അസ്മാകൾ, ചില വീഡിയോകളിൽ ചില അസ്മാകൾ, ചില പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ടാകാം. ഇതിൽ പറയുന്നത് സൂറത്താണ്. അത് വെള്ളിയാഴ്ച, വ്യാഴം അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് ഈ പറയുന്ന പോലെ പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമുക്ക് ജോലിയുടെ ആവശ്യമുണ്ട്, മക്കളില്ലാത്തവർക്ക് മക്കൾ ആവശ്യമുണ്ട്, ഉള്ള ജോലിയിൽ പുരോഗതി ആവശ്യപ്പെടുന്നവരുണ്ട്, ശമ്പളത്തിൽ പുരോഗതി ആവശ്യപ്പെടുന്നവരുണ്ട്, കച്ചവടങ്ങളിൽ വലിയ പുരോഗതി ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ അതിൻ്റെ പട്ടിക നിവർത്തിയാൽ ധാരാളമായിരിക്കും. അവർ ഈ പറയുന്ന പോലെ എല്ലാ വെള്ളിയാഴ്ച രാവ് അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം മുതൽ സുബ്ഹ് വരെയുള്ള സമയത്തിൻ്റെ ഇടയിൽ ഈ പറയുന്ന പ്രകാരം ഫാത്തിഹ ഓതിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകും. സൂറത്തുൽ ഫാത്തിഹ ഷിഫാ ഉല്ലിൽ മുഅ്മിൻ എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അതുപോലെ ഖുർആൻ മൊത്തം തന്നെ ഷിഫയാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ മന്ത്രിക്കേണ്ടത് ഇപ്രകാരമാണ്. അത് വ്യാഴം അസ്തമിച്ച വെള്ളിയാഴ്ച രാവായിരിക്കണം. ആ വെള്ളിയാഴ്ച രാവ് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തിയായി കിട്ടാൻ വേണ്ടി ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമ്മൾ ഫാത്തിഹ ഓതുന്നത് പോലെയല്ല ഇവിടെ ഫാത്തിഹ ഓതേണ്ടത്. ഇവിടെ ഫാത്തിഹ ഓതേണ്ടത് ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനോട് തന്നെ ചേർത്തുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം. ചേർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ പാരായണം ചെയ്യേണ്ടതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൽ ഹംദു, അങ്ങനെ മീ ഫാത്തിഹയിലെ ബിസ്മിയെ അൽഹംദിനോട് ചേർത്ത് ഓതുക. അപ്പോൾ മിൽ ഹംദു എന്നാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ രണ്ട് ആയത്തുകൾ ചേർത്തി ഓതി. പിന്നെ അതിന് ശേഷമുള്ള ആയത്തുകൾ ചേർത്തി ഓതേണ്ടതില്ല, ഓരോ ആയത്തുകൾ ഇങ്ങനെ ഓതിയാൽ. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എത്തിയാൽ അവിടെ നമ്മൾ നിൽക്കുക. നസ്തഈൻ എന്ന് പറഞ്ഞിട്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ഓതുന്നതിന് മുൻപ് ഈ പറയുന്ന ദുആ അവിടെ നടത്തുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اللهم اجمع بيني وبين حاجتي كما جعلت بين أسمائك وصفاتك يا ذا الجلال والإكرام. ഒരു പ്രാവശ്യമാണ് ദ്വാരക്കേണ്ടത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اللهم اجمع بيني وبين حاجتي كما جعلت بين أسمائك وصفاتك يا ذا الجلال والإكرام. പിന്നീട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അവിടെ നിർത്തുക. അല്ലാഹുമ്മ ജമഅ ബൈനി വ ബൈന ഹാജതി കമാ ജഅൽത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം അല്ലാഹുമ്മ ജമഅ ബൈനി വ ബൈന ഹാജതി കമാ ജഅൽത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം. അപ്പോൾ ഇതുപോലെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുമ്മ ജമഅ ബൈനി വ ബൈന ഹാജതി കമാ ജഅൽത ബൈന അസ്മാഇക വ സിഫാതിക യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് ഓതുക, എന്ന് ദുആ നടത്തുക. പിന്നെ ആമീൻ, ഓരോ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുതൽ പിന്നെ ഓരോ ആയത്തുകൾക്ക് ശേഷവും ഈ ദുആ നടത്തുക. പിന്നെ ആമീൻ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പ്രത്യേകം അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ഇങ്ങനെ നമ്മൾ പതിവായി എല്ലാ വെള്ളിയാഴ്ച രാവും പതിവായി ചൊല്ലിയാൽ, വെള്ളിയാഴ്ച മഗ്‌രിബ് മുതൽ സുബഹി വരെയാണ് രാത്രി എന്ന് പറയുന്നത്, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞാൽ അവന് ഒരിക്കലും നടക്കുകയില്ല എന്ന് അവൻ തീരുമാനിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാത്തിനും അത് നടന്നു കിട്ടും, പരിഹാരമുണ്ടാകും. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ.